യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് വീഡിയോ എഡിറ്റിങ്ങിന് പറ്റിയ ഏറ്റവും നല്ല ആപ്പ് ഏതാണ്, അതിൻ്റെ ഡീറ്റെയിലും കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ടാട്ടോ. പലരും പല ആപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഷോട്ട്, കാൻമാസ്റ്റർ, അങ്ങനെ ഒരുപാട് ആപ്പുകളുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയ ആപ്പാണ് ഇൻഷോട്ട്. അപ്പോൾ അതിന് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നതുപോലും പലർക്കും ഡൗട്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഇൻഷോട്ട് എഡിറ്റിംഗ് ആപ്പ്. അപ്പോൾ നമുക്ക് അതിലോട്ട് കയറാം അല്ലേ. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത ഉടനെ വീഡിയോ, ഫോട്ടോ, കോളേജ്, അങ്ങനെ 3 ഓപ്ഷനായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കയറാം. പിന്നെ ഓൾറെഡി ഞാൻ എഡിറ്റ് ചെയ്തതാണ് ഇപ്പോൾ താഴെ കാണിക്കുന്നത് കേട്ടോ. എഡിറ്റിങ് കഴിഞ്ഞിട്ടില്ല, ഏകദേശം പകുതിയായത് അവിടെ അങ്ങനെ ആക്കുന്നത്. അപ്പോൾ നമുക്ക് പുതുതായിട്ട് കാണിക്കണമെങ്കിൽ ന്യൂ ഓപ്ഷനിലേക്ക് കയറാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാലറി ഫോട്ടോ, അതുപോലെ വീഡിയോ. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വീഡിയോ ആണോ നമ്മുടെ ഫോട്ടോ ആണോ ഏതാണ് എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ വീഡിയോ ആണല്ലോ എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് ഞാനൊരു വീഡിയോ എൻ്റെ ഗാലറിയിൽ പോയിട്ട് സെലക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോ ടച്ച് ചെയ്തപ്പോൾ നമുക്ക് ഇതിലേക്ക് വന്നല്ലോ. അപ്പം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് എഡിറ്റിങ്ങിൻ്റെത്. അപ്പം ആദ്യത്തെ ഓപ്ഷനാണ് ക്യാൻവാസ് എന്താണെന്ന് വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ക്യാൻവാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഏത് സൈസാണ്, ഇപ്പോൾ ഇൻസ്റ്റഗ്രാം സൈസാണോ, റീലായിട്ടാണോ, അതുപോലെ യൂട്യൂബായിട്ടാണോ, ടിക്ടോക്ക്, പിന്നെ അങ്ങനെ ഒരുപാട് സൈസും കാണിക്കുന്നുണ്ട് കേട്ടോ. ഏതൊക്കെ സൈസിലാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് യൂട്യൂബാണല്ലോ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ യൂട്യൂബിൻ്റെ ഒരു സൈസ് എടുത്തു, 16.9. ആ ഒരു സൈസിലാണ്, ഈ ഒരു വെച്ചിട്ടാണ് ഞാൻ സാധാരണ യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്യാറ് കേട്ടോ. പിന്നെ അങ്ങനെ ഞാനൊരു വീഡിയോ യൂട്യൂബിൻ്റെ ഇതെടുത്തു. പിന്നെ ഈ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂം ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ എത്രത്തോളം സൂം വേണം അതിന് അനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡാണ് ഓഡിയോ ഇവിടെ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലോ. മ്യൂസിക് ഉണ്ട്, എഫക്റ്റ് ഉണ്ട്, റെക്കോർഡ് ഉണ്ട്, ഓൾ സ്പീച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മ്യൂസിക് നോക്കാം. മ്യൂസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ഇൻഷോട്ടിൽ നമുക്ക് അവർ കുറച്ച് മ്യൂസിക്സ് തരും. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് ഈ ഇൻഷോട്ടിലെ മ്യൂസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും കേട്ടോ. യൂട്യൂബിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഇൻഷോട്ടിലെ മ്യൂസിക് ആദ്യമൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, ഈ മ്യൂസിക് ഒരുപാട് കോപ്പിറൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒരിക്കലും ഈ ഇൻഷോട്ടിലെ മ്യൂസിക് എടുക്കാത്തതാണ് നല്ലത്. അല്ലാതെ ജസ്റ്റ് ഫാമിലി അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, എന്തെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിൽ, ഫോട്ടോസൊക്കെ എഡിറ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഇൻഷോട്ടിൽ മ്യൂസിക് യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഉള്ളത് എക്സ്ട്രാക്ട് ഓഡിയോ ഫ്രം വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗാലറിയിൽ നമുക്ക് ഓൾറെഡി സോങ്സ് ഉണ്ടാവുമല്ലോ. അപ്പം അത് നമുക്ക് ഈ ഓഡിയോ ആയിട്ട് കിട്ടുകയാണെങ്കിലാണ് ഇത് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗാലറിയിലോട്ട് പോകും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ ഓഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വീഡിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓഡിയോ ആയിട്ട് കിട്ടും. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഉള്ളത് മൈ മ്യൂസിക് എന്ന് വെച്ചാൽ മൈ മ്യൂസിക്കും ഇതന്നെ നമ്മുടെ ഓൾറെഡി നമ്മുടെ ഫോണിലുള്ള സ്റ്റോറേജിലുള്ള മ്യൂസിക് നമുക്ക് യൂസ് ചെയ്യാം. അതാണ് മൈ മ്യൂസിക്. പിന്നെ എഫക്റ്റ് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ സൗണ്ട് ഉണ്ട്. അപ്പോൾ ബെല്ലിൻ്റെ, ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ബെല്ലൈക്കൻ്റെ സൗണ്ടുകളും, അതുപോലെ ക്രിസ്മസ് ബെല്ല്, ഇതൊക്കെ കണ്ടില്ലേ. അപ്പോൾ അതാണ് ഫോണിൻ്റെ റിങ്, അതൊക്കെയാണ് ഈ എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ അതിൻ്റെ ഓരോ റിംഗ് ടൂണിൻ്റെ ഓരോ ശബ്ദങ്ങളാണ് കേട്ടോ. റിംഗ് ടൂണ് അങ്ങനെ ഓരോ ശബ്ദം. ഇപ്പോൾ ക്യാമറേൻ്റെ സൗണ്ട്, ഫ്ലാഷ് അടിക്കുന്നതും ക്യാമറ റോളിങ്ങും ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് ഈ എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ റെക്കോർഡ്, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് റെക്കോർഡ് വേണമല്ലോ. നമ്മുടെ വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിലെന്ത് ചെയ്യാം, ഈ ഒരു ഓഡിയോ നമ്മളായിട്ട് നമ്മളെ രീതിയിൽ ഈ ഒരു റെക്കോർഡിൽ നമുക്ക് സംസാരിക്കാം.
അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓൾ സ്പീച്ച്, ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്ത വോയിസിൻ്റെ മെയിലാണോ ഫീമെയിലാണോ, നമുക്ക് വോയിസിൻ്റെ ഒരു ഇതും ഇതിൽ മാറ്റാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഓൺ ചെയ്ത് കാണിച്ചിരുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാത്തത്. അപ്പോൾ അതായത് നമ്മളെ വോയിസ് നമുക്കിങ്ങനെ സ്വീറ്റായിട്ടാണോ അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ നാച്ചുറലായിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടോ ഇങ്ങനത്തെ രീതിയിലാണ് നമ്മളെ വോയിസ് വേണ്ടത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മെയിലായിട്ടും നമുക്ക് ചെയ്യാം, ഫീമെയിലായിട്ടും ചെയ്യാം. ഇംഗ്ലീഷിലാണ് നമുക്ക് ഈ ഒരു ലാംഗ്വേജ് കിട്ടുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് സ്റ്റിക്കർ. അതായത് നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ചുള്ള സ്റ്റിക്കേഴ്സും പിന്നെ ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് എഴുതിയിട്ട് നമുക്കത് സൈഡിലോട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീഡിയോനനുസരിച്ചിട്ട് ആ ഒരു ടെക്സ്റ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ ഒരു ടെക്സ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ഇതാണ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ടാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. സ്റ്റിക്കേഴ്സ് നമ്മൾ മനസ്സിലായി, ഇതൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല. നെക്സ്റ്റാണ് എഫക്റ്റ്. അതായത് നമ്മുടെ വീഡിയോ ഇപ്പോൾ സൂമായിട്ട് ഈ ഒരു അടിയിൽ കാണില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സൗണ്ട് വന്ന് കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സൂമായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ എടുക്കാം. അതുപോലെ സൂം കുറച്ചിട്ട് ചെയ്യുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ താഴേക്കുണ്ടോ അങ്ങനെ ചുറ്റിയിട്ട് ഇതായിട്ട് അങ്ങനെ ഒരുപാട് ജസ്റ്റ് ഷെയ്ക്ക് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോ എടുക്കാം. അപ്പോൾ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഫിൽറ്റർ, നമ്മുടെ വീഡിയോൻ്റെ ഫിൽറ്റർ. അതായത് സെയിം ആണല്ലോ. ഇതാണ് ഫിൽറ്റർ. നമ്മുടെ വീഡിയോ കളർ ചേഞ്ച് ചെയ്യാം. നമുക്ക് ഏത് രീതിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതൊന്നും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ പറയാൻ. അപ്പോൾ നമ്മുടെ വീഡിയോ ലെങ്ത്ത് പ്രശ്നം വരുന്നതുകൊണ്ട് ഞാൻ ഷോർട്ടാക്കി പറയാം കേട്ടോ. പിന്നെ ഇത് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോൻ്റെ കൂടെ നമുക്ക് വീണ്ടും ഒരു വീഡിയോ സൈഡിൽ ആഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതാണ് ഇതിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് വീണ്ടും ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നുള്ളത് ഇതാണ് നമ്മൾ വീഡിയോ കട്ട് ചെയ്യുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിലീറ്റ്, നമുക്ക് ഇത് വേണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നത് അതാണ് ഇവിടെ. പിന്നെ ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മളെ വീഡിയോക്ക് പല വോയിസുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നമുക്ക് മ്യൂട്ട് ചെയ്യാം. അതാണ് ഇവിടെ ഓപ്ഷൻ കാണിക്കുന്നത്. നമ്മുടെ ഓഡിയോ മ്യൂട്ട് ചെയ്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ കാണിച്ച റെക്കോർഡ് ഉണ്ടല്ലോ അവിടെ പോയിട്ട് നമുക്ക് നമ്മളതായ രീതിയിൽ ഇവിടെ സംസാരിച്ചൊരു വോയിസ് ഉണ്ടാക്കാം. അതാണ് ഈ എന്ത് ചെയ്യുന്നത്, വോളിയത്തിൻ്റെ ഉദ്ദേശിക്കുന്നത്. വോളിയം കുറച്ചിട്ട് നമുക്ക് റെക്കോർഡിൽ നമുക്ക് നമ്മളതായ രീതിയിൽ ആ വീഡിയോനനുസരിച്ച് നമുക്കൊരു വോയിസ് ഇടാം. നെക്സ്റ്റാണ് ബാക്ക്ഗ്രൗണ്ട്. അതായത് നമ്മളെ വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മളിപ്പോൾ ഇത് ഓൾറെഡി നമ്മളനുസരിച്ച് വലിപ്പമായതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാണ്ട് നമ്മൾ വലിപ്പം കുറക്കുകയാണെങ്കിൽ, നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് കുറക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ട് യൂസ് ചെയ്യാം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബ്ലറല്ലാതെയും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ കളർ നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് സ്പീഡ്, നമ്മളെ വീഡിയോയ്ക്ക് അനുസരിച്ച് നമുക്ക് ഏതൊക്കെ രീതിയിലൊക്കെ സ്പീഡ് ചെയ്യാം. നമുക്ക് ഏത് സ്പീഡാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് സ്പീഡ് കൊടുക്കാം. അതായത് ഇപ്പോൾ നോർമലി 1-ലാണുള്ളത്. ഇപ്പോൾ നമുക്ക് 5-ലും 6-ലൊക്കെ ആക്കി കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ എന്ത് ചെയ്യും, സ്പീഡായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. മനസ്സിലായില്ലേ? നമുക്ക് സ്പീഡായിട്ട് നമുക്ക് വീഡിയോ ഇപ്പോൾ സ്ലോ ആയിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ സ്ലോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, സ്ലോ മോഷനായിട്ട് നമ്മുടെ വീഡിയോ വർക്കായി. ഇത് നോർമലാണ്, 1 മിനിറ്റ് നമ്മളെ നോർമലി വീഡിയോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതെന്തൊന്നും ആവശ്യം. പിന്നെ ക്രോപ്പ്, നമ്മുടെ വീഡിയോ ഏതൊക്കെ അനുസരിച്ച് നമുക്ക് ക്രോപ്പ് ചെയ്യാം. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് സൈസ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ക്രോപ്പ് ചെയ്യാം. പിന്നെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. ഇതിൽ ഒരുപാട് ആപ്പുകൾ ഇതുണ്ട്. പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ നമുക്ക് 2ആയിട്ട് വേണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2ആയിട്ട് കിട്ടും. അതായത് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇതൊക്കെ ഉണ്ടോ. അപ്പോൾ ഓൾറെഡി ആ വീഡിയോ തന്നെ നമുക്ക് വീണ്ടും
സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ റൊട്ടാറ്റ് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. അതിൽ നമുക്കിങ്ങനെ ഏത് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മാറ്റാൻ പറ്റും. പിന്നെ ഉള്ളത് റിവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ എന്ത് ചെയ്യുക, ഇത് നമുക്ക് ഓൾറെഡി ഡൗൺലോഡൊക്കെ ആവണം കേട്ടോ. നമ്മളെ വീഡിയോ എങ്ങനെയാണോ സ്റ്റാർട്ടിങ് അതിൽ നിന്ന് റിവേഴ്സ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോ നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മൾ എവിടെ നിന്നാണോ കണ്ടോ റിവേഴ്സ് ചെയ്യുന്നത് കണ്ടോ വീഡിയോ. നമ്മൾ നേരത്തെ എടുത്ത ആ ഇതിനെ എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ചെയ്യുന്നു. ഇതിൻ്റെ ഒറിജിനൽ ഞാനൊന്ന് കാണിച്ചു തരാം. റിവേഴ്സ് അല്ലാത്തത്, ഇത് റിവേഴ്സ് അല്ലാത്ത വീഡിയോ. അപ്പം നേരത്തെ കണ്ടത് റിവേഴ്സിങ് വീഡിയോ, തിരിച്ച് ഇങ്ങോട്ട് റിവേഴ്സ് ചെയ്യുന്നതാണ് അതിൽ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഷോട്ടിൻ്റെ മെയിൻ. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞ് ഇതാക്കുന്നില്ല. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും, യൂസ്ഫുള്ളായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അത്രയും നല്ലൊരു ആപ്പാണ്. ഞാൻ ഏതൊരു യൂട്യൂബ് ആയിക്കഴിഞ്ഞാലും ഏതൊരു കാര്യത്തിനും എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പ് ഇൻഷോട്ടാട്ടോ. ഞാൻ കൈൻ മാസ്റ്റർ ഇതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയ ആപ്പ് ഇത് തന്നെയാണ് കേട്ടോ. പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി എടുത്ത വീഡിയോ ആണ്. അതിൻ്റെ കൂടെ ഇനിയും വീഡിയോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ താഴത്ത് കാണിക്കുന്ന റോസ് കളറിലുള്ള പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഫോട്ടോ ഉണ്ടല്ലോ, അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഗാലറി പോവും. അതുപോലെ ബ്ലാങ്ക്, നമുക്ക് ബ്ലാങ്കായിട്ട് എന്തെങ്കിലും ഒരു പേജ് വേണമെങ്കിൽ അതാണ് ഈ ബ്ലാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ വൈറ്റും ഉണ്ട് കേട്ടോ, വൈറ്റും നമുക്ക് കിട്ടും. അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിൽ പോയി കളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റും ഉണ്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഏകദേശം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സ്പോർട്ട്, അതായത് എക്സ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ വീഡിയോ സേവ് ചെയ്യുന്ന ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ 1080 ഉണ്ട്, അങ്ങനെ ഓരോ ഇതുണ്ട് കേട്ടോ. ഓരോ സേവിങ്ങിൻ്റെ 2K 4K 720p പിന്നെ 1080 ഞാൻ ചെയ്യാറ്. അപ്പോൾ അത് വെച്ച് നമുക്ക് നമ്മുടെ വീഡിയോ ക്ലിയർ ആയിട്ട് ക്വാളിറ്റിയിൽ MP4 ഇതൊക്കെ കാണിക്കുക ഒരു നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ എക്സ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ എന്ത് ചെയ്യും, സേവ് ആവും, നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആവും. എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇത് ചിലർക്കൊക്കെ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യമൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ചിലർ വിചാരിക്കണം ഇതൊക്കെ എന്താ കാണിക്കാനാണ്, പക്ഷേ ഇതറിയാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് എൻ്റെ അറിവിൽ തന്നെ. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.